മലയാളത്തിന്, മലയാള സിനിമയ്ക്ക്, മലയാള സിനിമ ഗാനശാഖയ്ക്ക് ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ സമ്മാനിച്ച മലയാളിയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ ശ്രീ എം ജി രാധാകൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഞാൻ ബഹുമാനപൂർവ്വം ആനയിക്കട്ടെ അദ്ദേഹത്തെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രീമതി പത്മജ രാധാകൃഷ്ണനോടൊപ്പം. സാധാരണ ഈ സമാഗമത്തിൽ നമ്മൾ പ്രധാന അതിഥിയെ ഒറ്റയ്ക്കാണ് വിളിക്കുക. ഞാൻ മനഃപൂർവ്വമാണ് ചേച്ചിയും കൂടെ വരണമെന്ന് നിർബന്ധം പറഞ്ഞത്. കാരണം അത്രയധികം ഹൃദയബന്ധമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് എനിക്ക് വളരെ നേരിട്ടറിയാവുന്നതുകൊണ്ടാണ് ഒരു വരവ് മുതലേ ഒന്നിച്ച് വേണം, എന്ത് കാര്യങ്ങളും എനിക്ക് ചോദിക്കുന്നത് ഒരുമിച്ച് ചോദിക്കണമെന്ന് തീരുമാനിച്ച് ഞാൻ രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചത്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, സംഗീത സംവിധായകനായിട്ടാണ് ഞങ്ങളൊക്കെ അറിയപ്പെട്ടു വന്നത്. അതിനുമുമ്പ് ഞാൻ റേഡിയോയിൽ ഗായകനായിട്ട് ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ശരിക്കും ആവാനാണോ അതോ സംഗീത സംവിധായകനാവാനാണോ മോഹിച്ചത്? ഞാൻ 62 ആകാശവാണി സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് കയറിയതാണ്. അന്ന് അത് സിംഗറായിട്ടല്ല, തമ്പുരു ആർട്ടിസ്റ്റായിട്ടാണ് കയറിയത്. ശരി. അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ പാടുകയും കവിത വായിക്കുകയും, കാരണം മഹാരഥന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ മഹാകവി ജി ശങ്കർ കുറുപ്പ് ഇറങ്ങിയ സമയത്ത് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ പിന്നെ കൈനിക്കര കുമാരപിള്ള സാറ് എന്ന് വേണ്ട, അവിടെ ഒരു പിന്നെ ജഗതി കെ ആചാരി, നാഗവള്ളി ആർ എസ് കുറുപ്പ് സാറ്, ടി എൻ ഗോപിനാഥൻ. അപ്പോൾ അങ്ങനെ കവിത വായിക്കുന്നൊരു ജോലിയായിരുന്നുണ്ട്. അപ്പോൾ ആദ്യം കവിതയൊക്കെ വായിക്കുന്ന ഞാനില്ലെൻ്റെ ഈ ഗാനഭൂഷണം കഴിഞ്ഞുകൂടി അല്ലേ അത് പിന്നെ ചന്തമേറിയ പൂ എന്നൊക്കെ പറഞ്ഞ് സംഗതിയൊക്കെ ഇട്ട് പാടി ഇവരെൻ്റെ തലക്കിട്ട് കൂട്ടിത്തരും. എന്തോന്ന് ഇങ്ങനെയാണോ കവിത വായിക്കുന്നത്? കവിത അങ്ങ് വായിച്ചു വെച്ചാൽ മതി, അതിൻ്റെ കൂടെ ഇച്ചിരി സംഗീതം വന്നാൽ മതി. അങ്ങനെയുള്ള ട്രെയിനിങ്ങിലാണ് ഞാൻ വളർന്നത്. അത് കഴിഞ്ഞിട്ട് ലളിത സംഗീതം അവിടെ ചെയ്തു തുടങ്ങി. ഈ ലളിത സംഗീതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജി വിവേകാനന്ദൻ്റെ കള്ളിച്ചെല്ലമ്മ എന്ന് പറഞ്ഞൊരു പടം ശോഭന പരമേശ്വരൻ നേരിട്ടെടുക്കുന്നത്. അപ്പോൾ എനിക്ക് സിനിമയിലൊന്ന് പാടിയാൽ കൊള്ളാമെന്നൊരു വലിയ ഭയങ്കര ഭ്രമവും ആഗ്രഹമുള്ള സമയം. അങ്ങനെ ശോഭന പരമേശ്വരൻ നേരിട്ടിൻ്റെയും വിവേകാനന്ദൻ സാറിൻ്റെയും എല്ലാം ചേർന്നുള്ളൊരു പിന്നെ എന്താ പറയുക അനുഗ്രഹം കൊണ്ട് ഒരു പാട്ട് പാടാൻ അവസരം കിട്ടി. അവിടെ കെ രാഘവൻ മാഷായിരുന്നു അതിൻ്റെ. അത് ആ പാട്ട് ഉണ്ണിഗണപതിയേ വന്നു വരം തരണേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. വെള്ളായണിയിൽ വാഴും അമ്മ ഭഗവതി എന്ന് പറഞ്ഞു വരും. അപ്പോൾ ആ പാട്ട് പാടുന്ന ദിവസം ഞാൻ മദ്രാസിലായിരുന്നു റെക്കോർഡിങ്. ഞാൻ പോയി പിന്നെ അവിടെ ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്, അവിടെ പോയി തൊഴുത് ഒരു കുപ്പിക്കകത്ത് നിറച്ച് ജീരവെള്ളമൊക്കെ എടുത്ത്. കാരണം അന്ന് പിന്നെ ഈ ടേക്ക് ആര് തെറ്റിച്ചാലും വീണ്ടും ആദ്യം മുതൽ പാടണം. അല്ലാണ്ട് ഇപ്പോഴത്തെ പോലെ ഓരോ അക്ഷരം പാടി വെക്കാൻ ഒക്കില്ല. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ നിന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ സംഗീത കലാകാരന്മാർ ഒരു യൂണിയൻ ഉണ്ടാക്കി ഞായറാഴ്ച റെക്കോർഡിങ് പാടില്ല. അന്ന് ഞായറാഴ്ചയായിരുന്നു. അയ്യോ, ആദ്യം ഗണപതിക്ക് വെച്ചതേ കാക്ക കൊണ്ടുപോയി. അന്ന് വളരെ അവിടെ വിഷമിച്ച് ഞാനിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ പ്രേം നസീർ സാറ് അന്ന് കള്ളിച്ചെല്ലമ്പയിലെ നായകനായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം റെക്കോർഡിങ് എന്തായെന്നറിയാനായിട്ട് വേറെ എവിടെയോ ഷൂട്ടിങ് കഴിഞ്ഞ് അതുവഴി വന്നപ്പോൾ ഞാനിങ്ങനെ കുറവിൻ്റെ കൂട്ടിരിക്കുന്നതുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചതൊക്കെ ഇന്നലെ നടന്ന പോലെ എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പടത്തിലൊക്കെ പാടി, ശരശയ്യയിൽ പാടി ഓടുകൂടി ഞാൻ ഒരു ഗായകൻ്റെ ഉടുപ്പ് അഴിച്ചു വെച്ചു. ആകാശവാണിയിലൂടെ ലളിതഗാനങ്ങൾക്ക് ഇത്രയധികം ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കിയത് അല്ലേ വേറെ ആരെക്കൊണ്ടും അങ്ങനെ സാധിച്ചില്ല. അത് മുഴുവൻ ഞങ്ങൾ ആ പേര് കേൾക്കുന്നത് എം ജി രാധാകൃഷ്ണൻ പാടിയ ഗാനം ഹിപ്പി ഹിപ്പി അല്ലേ, പറന്നൊരായിരം ഹിപ്പി, അങ്ങനെ എത്ര പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ LP റെക്കോർഡ് വരെ അന്ന് രാധാകൃഷ്ണൻ്റെ പേരിൽ ഇറങ്ങുമായിരുന്നു. പിന്നെ അന്നത്തെ ഒരു ഏറ്റവും വലിയൊരു സൗകര്യം എനിക്ക് കിട്ടിയത് ഒരു ആൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നൊരു മീഡിയ 7:45 മുതൽ 8 വരെ എൻ്റെ സമയമാണ് ലളിത സംഗീത പാഠം. അതിപ്പോൾ ഇവിടെ കോഴിക്കോട്ട് കോപ്പി അയക്കും, ആലപ്പുഴ അയക്കും. അപ്പോൾ അത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ
എല്ലാ വീടുകളിലും ഈ രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് അമ്മമാർ അടുക്കള ജോലി ചെയ്യുമ്പോൾ തിരിച്ചു വെക്കും. ഞങ്ങളൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത് ഇതുപോലെ പാട്ട് എഴുതിയെടുത്തിട്ടേ പോവുള്ളൂ. എഴുതിയെടുത്ത് ഇരുന്ന് റേഡിയോയുടെ അടുത്തിരുന്ന് പഠിച്ചിട്ടേ കോളേജിലോട്ടൊക്കെ ഇറങ്ങുകയുള്ളൂ. അന്ന് ഈ പേര് മനസ്സിൽ പേര് പിന്നെ അന്നൊക്കെ ആകാശവാണിയിലെ ഈ ക്ലാസിക്കൽ പിന്നെ ശാസ്ത്രീയ സംഗീതമൊക്കെ പാടുമ്പോൾ ഹരിപ്പാട് എം ജി രാധാകൃഷ്ണൻ എന്നാണ് അനൗൺസ് ചെയ്തിരുന്നത്. അടുത്തതായി ഹരിപ്പാട് എം ജി രാധാകൃഷ്ണൻ പാടുന്നു. അപ്പോൾ ഈ ക്ലാസിക്കൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്ക് സത്യം പറയാം, ക്ലാസിക്കലിനോട് വലിയൊരു ആസ്വദിക്കാനുള്ള ഇതിൽ അന്നില്ലായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ റേഡിയോയുടെ മുമ്പിൽ അങ്ങിരിക്കും. ഇത് കേൾക്കാനൊരു സുഖമുണ്ടല്ലോ എന്ന് തോന്നും. അതുപോലെ പിന്നീട് കേൾക്കുന്ന ഈ ഉണ്ണിഗണപതിയെ പിന്നെ സിനിമാ പാട്ടുകൾ ശാരിക വല്ലാതെ മനസ്സിലങ്ങിങ്ങനെ ആ പാട്ടിൽ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വല്ലാതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടൊരു പാട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ പേര് ഉള്ള ആളിനെ വല്ലാതെ ഒരു മനസ്സിലൊരു ആരാധന അങ്ങനെയൊക്കെ. ഇപ്രാവശ്യം ഞാൻ ദുബായിൽ ചെന്നപ്പോഴാണ് അന്ന് ഒരു 10 വയസ്സുള്ള കുട്ടികൾ, ഇന്നവർക്ക് 30-35-40 വയസ്സ് പ്രായമുണ്ട്. അവരെല്ലാം എൻ്റെ ആദ്യ പാട്ടുകൾ മുതൽ ഞാൻ ഈ ലിസ്റ്റ് എഴുതി എൻ്റെ കൊണ്ട് തരിക. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്? അത് ഞങ്ങൾ 10 വയസ്സിൽ ഞങ്ങൾ കേട്ടത്, അത് മനസ്സിലിട്ട പാട്ടുകളാണ്. നമുക്ക് ആകെയുള്ള സോഴ്സ് അന്ന് റേഡിയോയിലെ കലാകാരന്മാരെല്ലാം ഇന്നത്തെ സിനിമാ സ്റ്റാർസിനുള്ളതിനേക്കാൾ സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നു. കുടുംബത്തിനും ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് ഒരു സുഹൃത്ത് വലയമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ആളുകളും എപ്പോഴും ആ വീട്ടിലുണ്ടാവും. എന്താണ് അങ്ങനൊരു അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്താൻ എന്താണ് കാര്യം? അത് ചെറുപ്പം മുതലേ വീട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതാണ്. അതെ അതെ, ചെറുപ്പം മുതലേ അല്ല, വലിയ തമാശകളൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. ചിലർ ഇപ്പോൾ ഈ ഗാഥ തന്നെ ഒരിക്കൽ നോക്കിയപ്പോൾ ഒരാളിരുന്ന് ഊണ് കഴിക്കുന്നവിടെ ആരുമില്ല ഇവിടെ. അപ്പോൾ ഗാഥ ചോദിച്ചു, ആരാ എന്ന് ചോദിച്ചു. പുള്ളിയും ചോദിച്ചു, നിങ്ങളാരാ എന്ന് ചോദിച്ചു. എൻ്റെ പേര് ഗാഥ എന്നാ, എൻ്റെ പേര് ജെറി അമൽദേവ് എന്നാ. പുള്ളി ഊണ് കഴിച്ചു, പുള്ളിയുടെ പാട്ടിന് പോയി. സംഗീതം നമുക്കത് ശൂന്യതയിൽ നിന്ന് ഉണ്ടായി വരുന്നതാണല്ലോ. ഇപ്പോൾ ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു പാട്ട് ചെയ്യുമ്പോൾ ഒരു സംവിധായകൻ തരുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ്. ഇന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു പാട്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അത് എങ്ങനെയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മനസ്സിലൊക്കെ പാട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നത്? അതിൻ്റെ ഒരു ട്യൂൺ ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും? അത് വാസം പറയാൻ എനിക്ക് ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. ചില പാട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ഞാനത് ചോദിക്കാൻ കാരണം, ചാമരം എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുമ്പോൾ സെറീന വഹാബിൻ്റെ കുറേ മൊണ്ടാഷസ് ആണ് കാണിക്കുന്നത്. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർ. ഒരിക്കലും ഭരതൻ സാറ് ഇങ്ങനെ ഇതിനെ എത്ര കണ്ട് വിവരിക്കാൻ പറ്റും ആ സിറ്റുവേഷൻ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാണ് ഒരു നായക ഇൻട്രൊഡക്ഷൻ. അല്ലാതെ ഈശ്വരാധീനം കൊണ്ട് കിട്ടുന്നത്. അതുപോലെ ഞാൻ നേരിട്ടും ചോദിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഈ ഒരു മുறை വന്ന് പാർത്തായ എന്നുള്ള ആ പാട്ട് അതെങ്ങനെയാണ് അത് ഉണ്ടായി? അത് ഈ ഫാസിലിനെ അറിയാമല്ലോ. അറിയാം. ഫാസിൽ ഈ സിനിമയുടെ കഥ പറയുന്ന അനുഭവം സിനിമ കാണുന്നതിനേക്കാൾ നല്ലതാണ്. സിനിമ കാണുകയാണ് നമ്മൾ അവിടെ മിക്കവാറും കണ്ടുകൊണ്ടിരിക്കുക. അവസാനം ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പടം ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞു പോകുന്നത്. ശരി. കാരണം എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വെപ്രാളോ, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ലത്. ഈ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു സംഗീതജ്ഞനായില്ലായിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു എന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്? സംഗീതജ്ഞനെ ആവാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ആവാൻ പറ്റില്ല അല്ലേ? വേറെ ഒന്നും ആവാൻ പറ്റില്ല. വേറെ ഒരു വിഷയങ്ങളിലും അല്ലെങ്കിൽ ഒന്നിലും ഒരു താല്പര്യം ഇതേവരെ ചേട്ടന് അല്ല, വായന നല്ല വായനാശീലം ഉണ്ടായിരുന്നു. നല്ല ഭാഷയാണ് എഴുതുമായിരുന്നെങ്കിൽ. പക്ഷേ ആ ഫീൽഡിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൽ ശോഭിക്കുമായിരിക്കും. കാരണം നല്ല പിന്നെ ഒരു പാട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വരികളല്ലെങ്കിൽ അപ്പോഴേ എടുത്തങ്ങ് ദൂരെ കളയും. ഈ ആകാശവാണി കൊണ്ട് ഒരുപാട് പാട്ടുകൾ വീട്ടിൽ വരാറുണ്ട്. ഇങ്ങനെ പോസ്റ്റിലൊക്കെ വരും, എൻ്റെ പാട്ട് സാറ് സംഗീതം ചെയ്യണം. ചില പാട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം തോന്നിപ്പോവും. അപ്പോഴേ ചവറ്റുകൊട്ടയിൽ ഇടാനേ തോന്നുള്ളൂ. പക്ഷേ അങ്ങനെ പലതും ചിലരെ ഒരുപാട് പേരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വരികളാണെങ്കിൽ അതിനകത്തുള്ള ഒരുപാട് പേര് നല്ല പാട്ടുകാർ അതിനകത്ത് വന്നവരുണ്ട്. ഇപ്പോൾ കളർകോട് ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഒരു ഫിലിം ഫീൽഡിൽ വന്നില്ലെങ്കിൽ നല്ല അഷ്ടപതി ലയം എന്ന് പറഞ്ഞ പാട്ടൊക്കെ അദ്ദേഹത്തിന് പുള്ളിയുടെയാണ്. അതുപോലെ ഒരുപാട് നല്ല പാട്ടെഴുത്തുകാർ ഈ ആകാശവാണിയിൽ കൂടെ. മക്കളെ പറ്റിയൊന്നും പറഞ്ഞില്ല. 2 മക്കള്. മൂത്തത് മോൻ രാജകൃഷ്ണൻ, അവൻ മദ്രാസിൽ പ്രിയൻ്റെ 4 ഫ്രെയിംസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ സൗണ്ട് ഡിസൈനറാണ്. മോള് കാർത്തിക, ഹസ്ബൻഡ് വിനോദ്, രണ്ടുപേരും ദുബായിൽ ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മോൻ്റെ വൈഫ് മഞ്ജു ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്. ഇപ്പോൾ 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളായി. ഞങ്ങളങ്ങനെ ഞങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയും